വെൽക്കം ടു റഹനാസ് റൂം. ഇന്ന് നമുക്ക് അടിപൊളി, നിങ്ങൾ ആരും ട്രൈ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു, എന്നാൽ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും നമ്മൾ അടിപൊളി ഓർലിക്സ് മിൽക്ക് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഓർലിക്സ് കേക്ക് എന്നും പറയാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാലെടുത്തു. പാല് തിളപ്പിച്ചാറിയ പാലാണ്. അപ്പോൾ നേരിട്ട് അതന്നെ എടുത്തു. ഇനി 5 രൂപയുടെ ഓർലിക്സ് പാക്ക് മാത്രം മതി മൊത്തത്തിൽ ഈ ഒരു കേക്കിന്. അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ഓർലിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഈ ഒരു കേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ആര് പെട്ടെന്ന് വന്നു കഴിഞ്ഞാലും കേക്ക് സ്പഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മേഡും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി മിൽക്ക് മേഡ് കുറവാണ് എന്നുണ്ടെങ്കിൽ ബാക്കി പകരമായിട്ട് ഷുഗർ പൗഡർ ആഡ് ചെയ്യാവുന്നതാണ്. ശേഷം ഇതിലേക്ക് 1/2 കപ്പ് നമ്മുടെ ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതോടുകൂടി നമ്മുടെ ഓർലിക്സ് മിൽക്ക് ഇവിടെ റെഡിയായി. ഇനി ഇത് നമ്മൾ 1/2 kg വാനില കേക്കാണ് ഉണ്ടാക്കിയെടുത്തത്. അതൊരു ട്രേയിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കാണിക്കുന്നുണ്ട്. ശേഷം ഒരു ബൗൾ എടുത്തിട്ട് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഭയങ്കര സ്റ്റിഫായിട്ട് അടിക്കണം എന്നില്ല കേട്ടോ. ഞാൻ ഒരു നോർമൽ ഇതിലാണ് അടിച്ചത്. പിന്നെ കുറച്ച് ഒലിച്ചു പോകുന്ന രീതിയിൽ അടിച്ചാലും കുഴപ്പമില്ല, കാരണം മുകളിൽ സ്പ്രെഡ് ചെയ്യാനുള്ളതല്ലേ, എങ്ങനെയായാലും ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് കുറച്ചും കൂടെ മിൽക്ക് മേഡ് ആഡ് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ഹോർലിക്സ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മിൽക്ക് ഉണ്ടല്ലോ, ഒഴിച്ച മിൽക്ക് ഇതാ ഇറങ്ങി വന്നിട്ട് ട്രേൻ്റെ സൈഡിലൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ഡ്രീം കേക്ക് ടിന്നിലൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിൽ തന്നെ ഫുള്ളായിട്ട് സോക്കായിട്ട് നിൽക്കും കേട്ടോ. ഇതിപ്പോൾ ട്രേയിലായതുകൊണ്ടാണ് സൈഡിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ എടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഡ്രീം കേക്കിൻ്റെ ടിന്നിലാക്കി കൊടുക്കുക. അപ്പോൾ ഒരു ഭംഗിക്കും ടേസ്റ്റിനും വേണ്ടിയിട്ട് നമ്മൾ ബദാം മുകളിൽ ഇട്ട് കൊടുത്തു. ഇനി കാഷ്യൂ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഓർലിക്സ് ആകുമ്പോൾ മാച്ച് കൂടുതൽ കാഷ്യൂ അല്ലെങ്കിൽ ബദാം ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഈ ഒരു അളവിൻ്റെ പകുതി ഭാഗം കൂടെ കൂടുതൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇതിൻ്റെ മിൽക്ക് കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. സ്പഞ്ച് ഉണ്ടെങ്കിൽ 5 മിനിറ്റ് വേണ്ട ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.